മറ്റു പ്രധാനപ്പെട്ട വാർത്തകളിലേക്ക് കൂടി RSS കൂടിക്കാഴ്ചയിൽ ADGP MR അജിത് കുമാറിനെതിരെ നടപടി വൈകുന്നതിൽ നിലപാട് കടുപ്പിച്ച് CPI. ADGPയെ മാറ്റാൻ പൂരം കലക്കൽ റിപ്പോർട്ട് തന്നെ പര്യാപ്തമെന്ന മന്ത്രിസഭാ ഉപസമിതിയിൽ റവന്യൂ മന്ത്രി K. രാജൻ വ്യക്തമാക്കി. നടപടി അനന്തമായി നീട്ടാനാകില്ലെന്നും തിങ്കളാഴ്ചയ്ക്കകം തീരുമാനമുണ്ടാകണമെന്നും CPI ആവശ്യപ്പെട്ടു. എന്നാൽ വീഴ്ച പറയുന്നതല്ലാതെ വിശദാംശങ്ങൾ റിപ്പോർട്ടിൽ ഇല്ല എന്നായിരുന്നു മുഖ്യമന്ത്രിയുടെ മറുപടി. നിയമസഭയിൽ പ്രതിപക്ഷ ആരോപണങ്ങളെ പ്രതിരോധിക്കേണ്ടെന്നാണ് CPIയിലെ ധാരണ. ശ്രീജിത്ത് നൽകും വിശദാംശങ്ങൾ. ശ്രീജിത്ത്, ഒരു ഡെഡ് ലൈൻ എന്ന രീതിയിലാണോ തിങ്കളാഴ്ചയ്ക്കകം നടപടി എന്ന ആവശ്യം CPI മുന്നോട്ട് വെക്കുന്നത്? പക്ഷേ ഇത് പര്യാപ്തമല്ല റിപ്പോർട്ട് എന്നൊരു നിലപാടിൽ തന്നെയാണല്ലോ മുഖ്യമന്ത്രി ഉള്ളത്. നിയമസഭ അതിന്റെ പ്രധാനപ്പെട്ട അജണ്ടകളിലേക്ക് തിങ്കളാഴ്ച മുതൽ കടക്കുകയാണ്. ഇന്ന് സഭാ സമ്മേളനം ആരംഭിച്ചെങ്കിലും സഭാതലത്തിൽ ചൂടേറിയ വിഷയങ്ങൾ വരുന്നത് തിങ്കളാഴ്ച മുതലാണ്. അതുകൊണ്ടാണ് തിങ്കളാഴ്ചയ്ക്കകം ഈ ADGP MR അജിത് കുമാറിനെ ക്രമസമാധാന ചുമതലയിൽ നിന്ന് മാറ്റുന്ന കാര്യത്തിൽ ഒരു തീരുമാനം വേണം എന്ന് CPI ശഠിക്കാൻ കാരണം ആ നിലപാട് CPIയുടെ നിയമസഭാ കക്ഷി നേതാവും റവന്യൂ മന്ത്രിയുമായ K. രാജൻ ഇന്നലെ മുഖ്യമന്ത്രി അറിയിച്ചു. ഇന്നലെ രാവിലെ 9 മണിക്ക് ശേഷം നടന്ന ഘടകകക്ഷി മന്ത്രിമാരുമായുള്ള മന്ത്രിസഭാ ഉപസമിതി യോഗത്തിലാണ് റവന്യൂ മന്ത്രി K. രാജൻ CPIയുടെ നിലപാട് വ്യക്തമാക്കിയത്. ADGP MR അജിത് കുമാർ RSS നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തിയ സംഭവത്തിൽ നടപടി വേണമെന്നാണ് CPIയുടെ നിലപാട്. അജിത് കുമാറിനെ ക്രമസമാധാന ചുമതലയിൽ നിന്ന് മാറ്റാൻ പര്യാപ്തമായ റിപ്പോർട്ട് ഇതിനകം തന്നെ സർക്കാരിന് മുന്നിൽ വന്നു കഴിഞ്ഞിരിക്കുന്നു. അത് പൂരം കലക്കലുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടാണ്. ആ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ സംസ്ഥാന പോലീസ് മേധാവി ADGP MR അജിത് കുമാറിന് വീഴ്ചയുണ്ട് എന്ന കാര്യം ചൂണ്ടിക്കാണിച്ചു. അപ്പോൾ ഈ റിപ്പോർട്ട് തന്നെ ക്രമസമാധാന ചുമതലയിൽ നിന്ന് അജിത് കുമാറിനെ മാറ്റാൻ പര്യാപ്തമാണ് എന്നാണ് K. രാജൻ ചൂണ്ടിക്കാണിച്ചത്. എന്നാൽ മുഖ്യമന്ത്രിയുടെ മറുപടി മറ്റൊന്നായിരുന്നു. സംസ്ഥാന പോലീസ് മേധാവി വീഴ്ച ചൂണ്ടിക്കാണിച്ചിട്ടുണ്ടെങ്കിലും അതിന്റെ വിശദാംശങ്ങൾ ഈ പൂരം കലക്കലുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടിലില്ല. അതേപ്പറ്റി തുടരന്വേഷണത്തിന് നമ്മൾ തീരുമാനിക്കുകയാണല്ലോ. അതുകൊണ്ട് ഈ റിപ്പോർട്ട് മാത്രം വെച്ച് തീരുമാനമെടുക്കാൻ കഴിയില്ല എന്നാണ് മുഖ്യമന്ത്രിയുടെ നിലപാട്. സംസ്ഥാന പോലീസ് മേധാവിയുടെ റിപ്പോർട്ട് ലഭിച്ച ശേഷമായിരിക്കും അന്തിമ തീരുമാനമുണ്ടാകുക. അത് ഇന്നോ നാളെയൊക്കെയായി ഉണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് CPI മുന്നോട്ട് പോകുന്നത്. ആ ഒരു ഉറപ്പ് മുഖ്യമന്ത്രി നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് തിങ്കളാഴ്ചയ്ക്കകം ഒരു തീരുമാനം CPI പ്രതീക്ഷിക്കുകയാണ്.